ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി വീട്ടിൽ കയറി വന്നതേ മധുസൂദനിട്ട് അടിക്കുവാണ് കേട്ടോ. ഒരു തവണയല്ല 2 തവണ അടിക്കുവാണ്. ഇതുകൊണ്ട് മധുസൂദൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറയാണ്, ഇയാൾ എന്തായി കാണിക്കുന്നത്, ചേട്ടാ പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ദേഷ്യപ്പെട്ട് പറയാണ്, ആ വിളിക്കുക, പോലീസിനെ വിളിക്കുക, ഇപ്പം തന്നെ വിളിക്കുക. ഇയാൾ എൻ്റെ അനിയനെതിരെ ഗുണ്ടകളെ പറഞ്ഞു വിട്ടു, അതൊരു പോലീസ് കേസ് ആക്കണം എന്ന് ഓർത്ത് തന്നെ ഞാനും ഇരിക്കുന്നത് എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ മധുസൂദനോട് പറയണം, തനിക്ക് നാണോ ഇല്ലല്ലോടോ, ആണുങ്ങളായ നേർക്ക് നേരെ നിന്ന് അടിക്കുക, എൻ്റെ അച്ഛനോടുള്ള പ്രതികാരമല്ലേ എൻ്റെ അനിയൻ്റെ അടുത്ത് കാണിക്കുന്നത്, അതിന് അവനെ അല്ല തല്ലണ്ടേ, തനിക്ക് തല്ലണമെന്നുണ്ടെങ്കിൽ എന്നെ തല്ല് എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വർഷയുടെ അമ്മ പറയാണ്, നിൻ്റെ അച്ഛനോടുള്ള പ്രതികാരം ഞങ്ങളെന്തിനാണ് ഇവനോട് തീർക്കുന്നത്, ഇവനോട് തീർത്തതിന് കാരണം എന്നാന്ന് ഇവനറിയാം, ഇവൻ പറയട്ടെ, ഇവൻ ഞങ്ങളുടെ മോളുടെ പുറകെ നടക്കുവാന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. ശ്രീകാന്ത് തല കുനിച്ച് നിൽക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ലോ. ആ സമയത്ത് മധുസൂദനന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ തല്ലിയല്ലടാ, നിന്നെ കാണിച്ചു തരാം എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയണം, തല്ലി ഇനിയും തല്ലും, താൻ എന്തോ ചെയ്യുന്നേ എന്ന് ചോദിച്ച് പിന്നെ ദേഷ്യപ്പെടുവാണ് കേട്ടോ. മധുസൂദനെ അടിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ശ്രീകാന്ത് പിടിച്ച് വലിച്ച് സച്ചിനെ കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലെത്തി കഴിയുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുവാണ്, എടാ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്നോ നിന്നോട് ചോദിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. എന്നിട്ട് പറയാണ്, അവൾ നല്ല കുട്ടിയേട്ടാ, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇനി അവളുടെ കൂടെ നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാൻ പോകുന്ന അവരായിരിക്കുമല്ല, ഞാനാ, ഈ ബന്ധം ഇതോടെ നിർത്തിയേരെ, നമുക്ക് പറ്റിയതല്ല ഇത്, അയാൾ നമ്മുടെ അച്ഛനോട് ചെയ്തോന്നും നീ മറന്നിട്ടില്ലല്ലോ, അപ്പോൾ അതനുസരിച്ച് എന്തായാലും മുമ്പോട്ട് പോയാൽ മതി, ഇനി എന്നെ കൊണ്ട് ഇത് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ശ്രീകാന്ത് ആവട്ടെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുവാണ്. വർഷയോട് ഇനി എന്ത് പറയുമെന്നും അറിയാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സുധീനെയാണ്. സുധി രാവിലെ ഓഫീസിൽ പോകാനെന്നുള്ള രീതിയിൽ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നിന്നിട്ട് ചിന്തിക്കുക, ഇന്നിനി എവിടെ പോയിരിക്കും എന്ന് ഓർത്തിരിക്കുമ്പോൾ ശ്രുതി പയ്യെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ശ്രുതി പറയുവാണ്, ശ്രുതി ഇന്ന് ഓഫീസിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, മനസ്സിൽ ലഡു പൊട്ടി, ഇന്ന് ഓഫീസിൽ പോകാതിരിക്കാനൊരു കാരണം നോക്കിയിരിക്കുമായിരുന്നു, ആ പോവണ്ട, പോവാതിരിക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറയാം, ഞാൻ ചുമ്മാ പറഞ്ഞു എന്തായാലും ശ്രുതി പൊക്കോ, ഈ വീട്ടിൽ ജീവിക്കാൻ തന്നെ പേടിയാവുന്നു ശ്രുതി, എന്തായാലും ശ്രുതിയുടെ കാശ് കിട്ടുമ്പോൾ ഇനി തൊട്ട് നമുക്ക് ചിലവ് നടത്താം, എൻ്റെ കാശ് കൊണ്ട് നമുക്ക് കടങ്ങളും തീർക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, അവന് കോംപ്ലക്സ് ആണല്ലോ, വിദ്യാഭ്യാസവും ഇല്ല, പിന്നെ അതിൻ്റെ വിവരമല്ലേ അവൻ കാണിക്കുള്ളൂ, അവൻ പറയുന്നൊന്നും നീ കണക്കിലെടുക്കണ്ട, എന്നോടുള്ള അസൂയ കൊണ്ട് കാണിച്ചു കൂട്ടുന്ന എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ അതെ, പക്ഷേ എന്തായാലും ചിലവിനുള്ള കാശ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിലൊരു വില ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് മനസ്സിൽ ശ്രുതി ചിന്തിക്കുവാണ്, ഇപ്പം എൻ്റെ കയ്യിൽ 100 പോലും എടുക്കാനില്ല, ഇനി എന്തോ ചെയ്യും എന്നോർത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി പറയാം, ഓഫീസിൽ ചെല്ലുമ്പം ശ്രുതി ഒരു 2-3 ദിവസത്തെ ലീവിന് അപ്ലൈ ചെയ്യണം കേട്ടോ, നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ആൻഡമാൻ പോകണ്ടേ, മേഡത്തിനോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഇനി 2-3 ദിവസം വഴി പോയിരിക്കണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ പറയുകയാണ്, അതിനെന്നാ, ഞാൻ പെട്ടെന്ന് പോയി ലീവ് ചോദിച്ചിട്ട് വരാം എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയോട് പറയുവാണ്, ടിക്കറ്റിനുള്ള കാശും കൂടെ ഒപ്പിക്കണം, ടിക്കറ്റ് ശ്രുതി എടുക്കാമെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ആകെ പെട്ടുപോയ അവസ്ഥയാണ് കേട്ടോ. ടിക്കറ്റിനുള്ള കാശ് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും എന്നൊക്കെ ഓർത്ത് ആ സമയത്ത് ശ്രുതി പറയുകയാണ്, എനിക്കിന്നലെ ശരത്ത് ശ്രുതിയുടെ മെക്കെട്ട് കയറിയപ്പോൾ വല്ലാണ്ട് ദേഷ്യം വന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, ഞാനോർത്ത് ശ്രുതി ഒരു പാവ എന്നൊക്കെ ഓർത്തതെന്ന് പറയുമ്പോഴേക്കും പറയും, ശ്രുതിനെ മാത്രം ആരെങ്കിലും എന്തെങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഓഫീസിൽ പോട്ടെ എന്ന് പറഞ്ഞ് പയ്യെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി ക്യാഷ് ഞാൻ എങ്ങനെ ഒപ്പിക്കും, പോകാനുള്ള ടിക്കറ്റ് ഞാനിങ്ങനെ മേടിക്കുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രുതി, എന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാം, അല്ല ഞാൻ നമ്മുടെ ഹണിമൂണിനെ പറ്റിയൊക്കെ ആലോചിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പയ്യെ മുങ്ങുവാണ്. കഴിഞ്ഞ് നേരെ ചെല്ലുന്ന കാർ ഷോറൂമിലോട്ടാണ് കേട്ടോ ശ്രുതി. കാർ ഷോറൂമിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് സാറിനെ ഒന്ന് കാണണം, ഞാൻ 20 ദിവസം ഇവിടെ പണിയെടുത്താൽ അപ്പോൾ 20 ദിവസത്തെ സാലറി എനിക്ക് വേണമെന്ന് പറയുവാണ്. അപ്പോഴേക്കും അവർ പറയുവാണ്, സാറിനെ എന്തായാലും കാണാൻ പറ്റത്തില്ല, നിന്നെ അങ്ങോട്ട് കടത്തി വിടരുതെന്ന് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പിന്നെ സാർ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അടി വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോന്ന് പറയുമ്പോഴേക്കും ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് പറയുവാണ്, അതെ സാറിനെതിരെ പോലീസ് കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ ആ മാനേജർ പറയുകയാണ്, നീ കൊടുക്ക്, സാറ് നിനക്കെതിരെയാണ് പോലീസ് കേസ് കൊടുക്കുന്നത്, ഇത്രയും വലിയൊരു ബിസിനസ് ഡീസിൽ നശിപ്പിച്ച് കളഞ്ഞാൻ, അന്ന് ആ പുള്ളി പറഞ്ഞതനുസരിച്ച് കേട്ടിരുന്ന ഇന്ന് ഈ അവസ്ഥ വരുകയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സുധീനെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ് കേട്ടോ.
അങ്ങനെ കാർ ഷോറൂമിൻ്റെ വെളിയിൽ നിന്ന് ശ്രുതി ആലോചിക്കും, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നോർത്ത് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് വർഷ ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ച് വൈകിട്ട് ശ്രീകാന്ത് പിക്ക് ചെയ്യാൻ വരാത്ത കാണാത്തതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് ശ്രീകാന്തിനെ വിളിക്കുവാണ് കേട്ടോ. 1-2 തവണയൊന്നും വിളിച്ചിട്ട് ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല. ശ്രീകാന്ത് ഇങ്ങനെ ഫോൺ കൈ പിടിച്ച് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്